രാജ്യത്തിന്റെ പാർലമെന്റ്, കോടതികൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ ലവ് ജിഹാദ് എന്നൊന്നില്ല എന്ന് നാളുകളായി പറയുമ്പോഴും പിന്നെയും അത് ചർച്ചയാക്കാനുള്ള ആലോചന PC-യുടെ മാത്രമാണോ അതോ BJP-യുടേത് കൂടിയാണോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു ഡിബേറ്റ് വെക്കാം, ഞാൻ ആ വിധിയുടെ പൂർണ്ണ രൂപമായിട്ട് വരാം. ഹാഷ്മി തയ്യാറുണ്ടോ? അതിന് കാര്യമില്ലെന്നേ. അത് തയ്യാറാണെങ്കിൽ പറയൂ. ഞാൻ ആ വിധിയുടെ അതിന്റെ കാര്യം എന്താണ്? അങ്ങനെ പറയരുത്. അതിന്റെ കാര്യം എന്താണ്? അന്വേഷിക്കാൻ പറഞ്ഞു, അന്വേഷിച്ചു, ഇല്ലാന്ന് കണ്ടെത്തി. പിന്നെ ആ വിധി വെച്ചാൽ നിങ്ങൾ ഇടയ്ക്ക് കയറി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെന്ന് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് അന്വേഷിക്കാൻ പറഞ്ഞു. ആരാണ് അന്വേഷിക്കേണ്ടത്? സംസ്ഥാനത്തിന്റെ പോലീസ് അന്വേഷിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. പിന്നെന്താണ് ഡിസ്കഷൻ? എന്താണ്? എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഞാൻ നിർത്തും സംസാരം. എനിക്ക് സംസാരിക്കാനുള്ള സാവകാശം തന്നില്ലെങ്കിൽ എനിക്ക് തർക്കിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് KT ശങ്കരൻ കേരള സർക്കാരിനോട് മതപരിവർത്തന നിരോധന ബില്ല് കൊണ്ടുവരണമെന്ന് പറഞ്ഞത്? അങ്ങനെ ഒരു വിധിയുണ്ട്, അത് അറിയാമോ ഹാഷ്മിക്ക്? കേരളത്തിൽ ഇത്തരത്തിലുള്ള മതമാറ്റങ്ങൾ നടക്കുന്നു, അതുകൊണ്ട് ഒറീസയിൽ നിലനിൽക്കുന്ന പോലുള്ള ഒരു മതപരിവർത്തന നിരോധന ബിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് കേരള സർക്കാർ ആലോചിക്കണം. ഒരു നിർദ്ദേശമാണ്, ഉത്തരവല്ല. നിങ്ങൾ ഈ ആളുകളെ മുഴുവൻ ഇങ്ങനെ വിഡ്ഢികളാക്കരുത്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള മതം മാറ്റങ്ങൾ, പ്രണയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിവാഹം കഴിച്ചുള്ള മതം മാറ്റങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള നിയമം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, നിയമങ്ങളുണ്ടല്ലോ. ഉത്തരാഖണ്ഡിലില്ലേ, ഹിമാചൽ പ്രദേശിലില്ലേ, മധ്യപ്രദേശിലില്ലേ? ഇപ്പൊ 7 അംഗ സമിതിയെ നിയമിച്ചിരിക്കുന്നു മഹാരാഷ്ട്രയിൽ അത്തരത്തിലൊരു നിയമം കൊണ്ടുവരാൻ. എതിർത്തുകൊണ്ട് സുപ്രീം കോടതി പോയില്ലേ? സുപ്രീം കോടതി പറഞ്ഞില്ലേ അതിലിടപെടാൻ പറ്റില്ല, ആ നിയമം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശ്രീ RV ബാബു അത് നിയമവാരം തീർന്നു എന്നാണ് എന്ന് പറയാം. പക്ഷേ നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ല എന്നതിനർത്ഥം വ്യവഹാരം തീർന്നു എന്നാണ്. വ്യവഹാരം തീരണ്ടെന്നേ. നാളിതുവരെ നിയമം പാസ്സാക്കിയിട്ട് ഇപ്പോ 4-5 വർഷമായി. അല്ല, അത് കോടതി കിടക്കല്ലേ? കൊടുത്തില്ല. അത് കോടതി കിടക്കണമായിട്ട് അത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ, ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമായിരുന്നില്ല. ലംഘനമാണെങ്കിൽ ഹാഷ്മി, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാനോ തയ്യാറല്ല. ആർട്ടിക്കിൾ 25 ലംഘനമാണെങ്കിൽ, അത് ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റിന് എതിരാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ സ്റ്റേ കൊടുക്കും സർ. ഹാദിയ കേസിൽ സുപ്രീം കോടതി എന്നെ പരിശോധിപ്പിച്ചില്ലേ? അതിനൊന്നും ഇല്ലേ? NIA കാമ്പോട് പരിശോധിച്ചിട്ടില്ല. എന്നിട്ട് സുപ്രീം കോടതി കൊടുത്ത റിപ്പോർട്ട് എന്താ? ലവ് ജിഹാദ് ഇല്ല. രാജ്യത്തിന്റെ സുപ്രീം കോടതി, രാജ്യത്തിന്റെ പാർലമെന്റ്, രാജ്യത്തിന്റെ കോടതികൾ ഇല്ല എന്ന് പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പൊന്തി വരുന്നത്? നമ്മൾ ആദ്യം തന്നെ ലവ് ജിഹാദ് എന്താണ് എന്ന് മനസ്സിലാക്കണം. എന്താണ് ലവ് ജിഹാദ്? മറ്റ് മതം, ഒരു ക്രിസ്ത്യൻ യുവാവ് ഹിന്ദു പെൺകുട്ടി വിവാഹം കഴിക്കുന്നു, വിവാഹത്തിന് ശേഷം കുറെ കഴിയുമ്പോൾ മതം മാറുന്നു. ഇതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത്തരം മിശ്ര വിവാഹങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പ്രശ്നം എന്താണ്? വിവാഹത്തിന് മുന്നോടിയായിട്ട് മതം മാറ്റം നടത്തുന്നു. ആ മതം മാറ്റത്തിന് സാഹചര്യം ഒരുക്കുന്ന തരത്തിൽ ആ കുട്ടിയെ പ്രണയക്കെണിയിൽപ്പെടുത്തി ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. എന്താണ് ഷെഹൻഷാ കേസ്? ഇവിടെ നേരത്തെ അമീർ പറഞ്ഞില്ലേ, എന്താ ഷെഹൻഷാ കേസ്? ഷെഹൻഷാ കേസ് ആരുടെയെങ്കിലും വെബ്സൈറ്റിൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തതിനുണ്ടായ കേസല്ലല്ലോ. ഷെഹൻഷാ കേസ് എന്ന് പറയുന്നത് 2 പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത് ആ കുട്ടികൾ കൊടുത്ത ഒരു മൊഴിയുണ്ട്. അതൊന്ന് വായിക്കണം. ചങ്ക് തകരുന്ന മൊഴിയാണ്. ആ കുട്ടികളെ അതിനുവേണ്ടി മതം പഠിപ്പിക്കുകയും മതത്തിൻ്റെ ഉസ്താദുമാരുടെ വീഡിയോ കൊടുക്കുകയും അതിനുവേണ്ടി വളരെ ബോധപൂർവം മതം മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ലൈംഗികമായി ചൂഷണം ചെയ്ത് അത് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് മതം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ നഗ്നമായ ചിത്രമാണ് ഹൈക്കോടതിയിൽ വെളിവാക്കപ്പെട്ടത്. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. അതിന്റെ തുടർന്നാണ് ശങ്കരന്റെ വിധി ഉണ്ടായത്. അല്ലാതെ ആരുടെയെങ്കിലും വെബ്സൈറ്റിൽ എന്തെങ്കിലും വീഡിയോ കണ്ടത് നടത്തിയിട്ടുള്ള വിധിന്യായമല്ല. അപ്പൊ അതുകൊണ്ട് ഹാദിയ കേസിലും നിങ്ങൾ ഇതിലപ്പുറം പറഞ്ഞതല്ലേ? ഹാദിയ കേസിലെ വിധി എന്താണ്? ഇപ്പൊ ഷഹൻഷാ ഈ പറയുന്ന ആളും ആ പെൺകുട്ടികളെ സുഖമായിട്ട് എവിടെ ജീവിക്കുന്നുണ്ട് സമാധാനമായിട്ട്. ഞാൻ പറയട്ടെ, ശങ്കരന്റെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം നടത്തി പോലീസ് കൊടുത്ത റിപ്പോർട്ട് സമാധാനമായിട്ടാണോ അല്ലേന്നുള്ളത് ഹാദിയോട് ചോദിക്കണം. അന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ കല്യാണം എവിടെ എത്തി? സുപ്രീം കോടതിക്ക് മനസ്സിലാവാത്തതാണോ ഇതൊക്കെ? NIAക്ക് മനസ്സിലാവാത്തതാണോ? RBOന് അറിയാവുന്നേ? എവിടെ എത്തി? അല്ല, അതിനുശേഷമാണ് സുപ്രീം കോടതി വിധിക്ക് ശേഷമാണത്. നിങ്ങൾക്ക് അതിനുശേഷം ബാബു, ദേശീയ അന്വേഷണ ഏജൻസി താങ്കൾക്ക് വിശ്വാസക്കുറവുണ്ടോ? ദേശീയ അന്വേഷണ ഏജൻസി താങ്കൾക്ക് വിശ്വാസക്കുറവുണ്ടോ? ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷിക്കുന്നത് എന്താണ്? അല്ലല്ല താങ്കൾ തെറ്റിദ്ധരിക്കുക. അല്ലല്ല RV ബാബു, താങ്കൾ കള്ളം പറയാ. ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ചത് ലവ് ജിഹാദ് എന്ന് പറയുന്നത് താങ്കളുടെ നിയമപരമായ കോയിനേജ് അല്ല. ഇത്തരത്തിൽ കോൺസ്പിറസി ഉണ്ടോ? ഇത്തരത്തിൽ ദേശീയവും അന്തർദേശീയവും മാനങ്ങൾ ഇതിനുണ്ടോ?
ലവ് ജിഹാദ് എന്ന പേരിൽ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു അജണ്ട പുറത്ത് മതം മാറ്റുന്നുണ്ടോ എന്ന കാര്യം വളരെ വിശദമായി അന്വേഷിച്ചു ദേശീയ അന്വേഷണം ഞാൻ അയച്ചുതരാം സുപ്രീം കോടതി വിധി. ശരി, ഞാൻ പറഞ്ഞു വരട്ടെന്നേ, ഞാൻ അതിലേക്കാണ് വരുന്നത്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? വിക്ടിമായി കഴിഞ്ഞ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പിന്നീട് അത് ബ്ലാക്ക് മെയിലിനും ബ്രെയിൻ വാഷിനും ഇടയായിട്ട് ആ കുട്ടികൾ അവരുടെ മാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരാളോടും അവർ നടന്ന സംഭവങ്ങൾ പറയാൻ തയ്യാറാണ്. അങ്ങനെ പറഞ്ഞ സംഭവങ്ങൾ പറയാൻ തയ്യാറായ അപൂർവ സംഭവങ്ങളാണ്. അതാണ് ഷെഹൻഷാ കേസിൽ വന്ന 2 പെൺകുട്ടികളുടെ വിഷയം. 100% ഞാൻ യോജിക്കുന്നു. ഇവിടെ വിക്ടിമായിട്ടുള്ള പെൺകുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, നിങ്ങൾ അവരെ കാണുമോ? നിങ്ങൾ അവരെ ഇന്റർവ്യൂ ചെയ്യോ? ഞാൻ ഹാഷ്മിയോട് വെല്ലുവിളിക്കുക. ഇവിടെ തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് ആർഷവിദ്യാ സമാജത്തിലെ പെൺകുട്ടികളുണ്ട്. അവർ പുസ്തകം എഴുതിയിട്ടുണ്ട്. അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ പൊതുസമൂഹത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തേ നിങ്ങൾ അവരെ അഡ്രസ് ചെയ്യാത്തത്? അവർ പെൺകുട്ടികളല്ലേ, അവരനുഭവിച്ച കാര്യങ്ങളല്ലേ അവർ പറഞ്ഞത്. വേണ്ടി അവർ ശ്രമിച്ചതിന്റെയും ഒക്കെ പച്ചയായ കേട്ടാ പറ്റുമോ? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവൻ ഇതിൽ എന്തോ കൈയുണ്ട്. ആറിബാബു നമ്മുടെ മുന്നിലുള്ള സാറേ, അറിവ് എന്താന്ന് പറയുന്നത്? അങ്ങെന്താ പറയുന്നത്? നമുക്ക് ആധികാരിക മുഖവിൽ എടുക്കാൻ പറ്റുന്ന എന്താണ്? നമുക്ക് ആധികാരിക മുഖവിൽ എടുക്കാൻ പറ്റുന്ന എന്താണ്? രാജ്യത്തിന്റെ സുപ്രീം കോടതി. രാജ്യത്തിന്റെ സുപ്രീം കോടതിയാണോ? നമ്മുടെ പ്രീമിയർ അന്വേഷണ ഏജൻസി ദേശീയ അന്വേഷണ ഏജൻസിയാണോ? നമ്മുടെ കോടതികളാണോ? നമ്മുടെ അന്വേഷണ ഏജൻസികളാണോ? നമ്മുടെ പാർലമെന്റ് ആണോ? ഇത്രയും കാര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ ഇല്ല എന്ന് പറയും താങ്കൾ പറഞ്ഞ ഉണ്ടെന്ന് എങ്ങനെയാ വരിക ആർവി ബാബു? ലവ് ജിഹാദ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാത്തോടത്തോളം ഒരു കോടതിക്കും ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചെയ്യാത്തോടത്തോളം ഒരു കോടതിക്കും ഒരു നിയമ സംവിധാനത്തിനും ആർവി ബാബു കെ ടി ശങ്കറിന്റെ 8 ചോദ്യങ്ങൾ എന്തൊക്കെയാ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ആർവി ബാബു കെ ടി ശങ്കറിന്റെ 8 ചോദ്യങ്ങൾ എന്തൊക്കെയാ? ഈ പറഞ്ഞ ലവ് ജിഹാദിന്റെ കോയിനേജ് പിടിച്ച് പറയല്ലേ? കെ ടി ശങ്കറിന്റെ 8 ചോദ്യങ്ങൾ ലവ് ജിഹാദിന്റെ കോയിനേജ് അല്ല. എന്നിട്ട് സുപ്രീം കോടതി ദേശീയ അന്വേഷിക്കാൻ പറഞ്ഞത് ലവ് ജിഹാദിന്റെ കോയിനേജ് അല്ല. ഇതിന്റെ വിശദമായി ഇപ്പൊ കർണാടകയിലെ SIT അന്വേഷണത്തിൽ 27,000 രൂപ കേസാ. നിങ്ങൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ സഭയിലെ നേതാക്കന്മാര് ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ ക്രൈസ്തവ സഭ പറയുന്നുണ്ടോന്ന്. ക്രൈസ്തവ സഭയിലെ നേതാക്കന്മാര് ബിഷപ്പുമാര് അവർ പരസ്യമായിട്ട് രംഗത്ത് വന്നത് എന്തായിരുന്നു? ജാഗ്രത. എത്രയോ കാലം മുമ്പ് ഈ PC ജോർജ് പറയുന്നതിന് മുമ്പ് തന്നെ 2012 മുതൽ അല്ലെങ്കിൽ 2009 മുതൽ ക്രൈസ്തവ സഭ ഈ വിഷയത്തിൽ ജാഗരൂകരാകാൻ ആവശ്യപ്പെടുന്നില്ലേ? അവരുടെ കുട്ടികളെ അവർ ഈ ലവ് ജിഹാദിനെതിരെ അണിനിരക്കാൻ പറയുന്നില്ലേ? ഈ കല്ലറങ്ങാട്ട് പിതാവ് തന്നെയല്ലേ ഇവിടെ ഈ ക്രൈസ്തവ സഭയിലെ നേതാക്കൾ കള്ളം, സംഘപരിവാറിന്റെ ആൾക്കാർ പറയുന്നത് കള്ളം, ഈ ഇസ്ലാമിക തീവ്രവാദികൾ സുപ്രീം കോടതി ഇസ്ലാമിക തീവ്രവാദികളാണോ? ആർവി ബാബു സുപ്രീം കോടതി ഇസ്ലാമിക തീവ്രവാദികളാണോ? ആണോ? ആ ബെസ്റ്റ്. സുപ്രീം കോടതി ഇസ്ലാമിക തീവ്രവാദികളാണോ? ദേശീയ അന്വേഷണ ഏജൻസി ഇസ്ലാമിക തീവ്രവാദികളാണോ? ജേക്കബ് പുന്നൂസ് ഇസ്ലാമിക തീവ്രവാദിയാണോ? ലോക്നാഥ് ബെഹ്റ ഇസ്ലാമിക തീവ്രവാദിയാണോ? അന്വേഷണ അസംഖ്യം ഏജൻസി ഇസ്ലാമിക തീവ്രവാദികളാണോ? ഹൈക്കോടതിയിലെ DGP അല്ല, കർണാടക സ്റ്റേറ്റിലെ DGP ഇസ്ലാമിക തീവ്രവാദിയാണോ? എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? എന്തു അറിവായി പറയുന്നേ? ചുമ്മാ എന്തെങ്കിലും പറയാം. എന്നാ ഞാൻ പറയാം. ഇത്തരത്തില് അല്ലല്ല ഹാഷ്മി, നിങ്ങൾ ഇങ്ങനെ ഏകപക്ഷീയമായി പോകല്ലേ? ഇത്തരത്തിൽ മതം മാറ്റം നടക്കുന്നത് കൊണ്ടാണ് മധ്യപ്രദേശിൽ നിയമം ഉണ്ടായത് സാർ. ഇത്തരത്തിൽ മതം മാറ്റം നടക്കുന്നതുകൊണ്ടാണ് ഉത്തരാഖണ്ഡിൽ നിയമം ഉണ്ടായത് സാർ. ഇത്തരത്തിൽ നിയമം മതമാറ്റം നടക്കുന്നതുകൊണ്ടാണ് ഹിമാചൽ പ്രദേശ് നിയമം. മതമാറ്റം ഉണ്ടാവുന്നുണ്ട്. മതം മാറ്റം പല മതങ്ങളിൽ നിന്ന് പല മതങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. കേരളത്തിലെ കണക്കെടുത്താൽ ഏതാണ്ടൊക്കെ ആനുപാതികമാണ്. ഹിന്ദു മതത്തിൽ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നതൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ ഈ പറഞ്ഞ വേറെ സംഭവം. മതം മാറ്റത്തിനൊക്കെ രാജ്യത്ത് മതം മാറ്റം ഇതുവരെ നിയമവിരുദ്ധമല്ല. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് അല്ല ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത്. ഈ ആസൂത്രിതമായി മതതീവ്രവാദികൾ മതം മാറ്റി പെൺകുട്ടികളെ മതം മാറ്റത്തിന് വേണ്ടി പ്രണയത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം. ഞാൻ പോകുന്നു. ബൈ ബൈ.